ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്നൊരു സൺഡേ വ്ളോഗാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു സൺഡേ വ്ളോഗ്. പുറത്തേക്ക് പോവാണ്. സൺഡേ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. എന്നിട്ട് ഞങ്ങൾ ഇക്കടെ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഏകദേശം ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. കസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അവിടം വരെ എത്താനുള്ള ടൈമിംഗ് ഉണ്ടാവുമോ എന്നറിയില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കനെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആലുവയിലുള്ള ഷെണോൾസിൽ കയറാമെന്നാണ് വിചാരിച്ചത്. ദോശയും ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റ് അവിടുത്തെ. അപ്പോൾ അവിടെ കയറാമെന്നൊക്കെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്, ദോശ കഴിക്കാമെന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ആ ഷോപ്പ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് കിട്ടിയില്ല. ഇത് ക്ലോസ്ഡ് ആണത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അടുത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ പൊറോട്ടയും ബീഫും വാങ്ങി കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും ദോശ കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെന്താ, ഒരു കാപ്പിയും കുടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറിയിട്ട് ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മുനീർ വന്ന് നിൽക്കുകയാണ്. ചുമ്മാ കളിയാക്കാം കേട്ടോ അതൊക്കെ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പിള്ളേർ വന്ന പാടെ നേരെ കളിക്കാനായിട്ട് പോയിരുന്നു. ഞാൻ കാണിച്ചു തരാം. മൂന്നും കൂടി സിസ്റ്റത്തിൻ്റെ മുമ്പിൽ പോയിരിപ്പുണ്ട്. എന്തെങ്കിലും ഗെയിം എന്തെങ്കിലും കളിക്കാനായിട്ടായിരിക്കും. അങ്ങനെ അവരവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ അസീനത നട്ടുച്ചയ്ക്കാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാൻ അസീൻ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ഫിഷ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരൊക്കെ ഇപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ വെച്ചിരിപ്പുണ്ട്. അതിനിടയ്ക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുടിച്ചു. ഇപ്പോൾ എല്ലാവരും എത്തി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല പൂരിയും ഫിഷ് കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. കിഴങ്ങറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് കറി കണ്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫിഷ് കറി അല്ലേ കഴിക്കുള്ളൂ. നല്ല അടിപൊളി ഫിഷ് കറി ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഇപ്പോൾ അതാ നമ്മുടെ സനാപ്പി എത്തിയിട്ടുണ്ട്. ഇക്കയുടെ സിസ്റ്ററാണ്. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്. പിന്നെ ഇക്കയുടെ അനിയനും വന്നിട്ടുണ്ട്, ഇച്ച. അപ്പോൾ അവർ രണ്ടുപേരും എത്തി. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ആയി ആക്ച്വലി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ലഞ്ച് ടൈമായി. ഓൾറെഡി ലഞ്ച് ടൈം ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. പിന്നെ അവർ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോറും ഫിഷ് കറിയും ചമ്മന്തിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ ഇതിങ്ങനെ കളർഫുള്ളായിട്ട് കാണാനായിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പണിയെടുക്കും കേട്ടോ. അങ്ങനെയാണ്. എല്ലാവരും സെർവ് ചെയ്യാനായിട്ടും ഫുഡ് കഴിക്കാൻ നേരത്തും അങ്ങനെ എടുത്ത് വെക്കാൻ നേരത്തും ക്ലീനിങ്ങിനും ഒക്കെ എല്ലാവരും നിൽക്കും. ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനിരുന്നത്. അതിനിടയ്ക്ക് പപ്പടം കാച്ചാൻ അസിനെ മറന്നുപോയി. അപ്പോൾ ലാസ്റ്റ് പപ്പടം കാച്ചാൻ നിൽക്കുവാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹാളിൽ തന്നെ എല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല രസമല്ലേ ഇങ്ങനെ ഫാമിലി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട്. കുറച്ചധികം നാളായി നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട്. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ചമ്മന്തിയും ഫിഷ് കറിയൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ ചോറാണ് എടുത്തത്. എനിക്ക് മന്തിയിലേക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മിക്കവരും ചോറിലേക്ക് തന്നെയാണ് കൂടുതൽ മൈൻഡ് ചെയ്തത്. നല്ല ഫിഷ് കറിയായിരുന്നു അസീന ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെന്താ, അങ്ങനെ ഒരുമിച്ചിരുന്നത് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തീർന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. കൊച്ചാപ്പൊക്കെ പോയി കിടന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. മുനീറിൻ്റെ വാപ്പ. ദെൻ ബാക്കി ഞങ്ങളെല്ലാവരും ഇരുന്നു. കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് പിള്ളേരായിട്ട് കളിക്കുകയാണ് അവിടെ. കുറേ നേരം തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആയത് അറിഞ്ഞതേ ഇല്ല. പെട്ടെന്ന് വൈകുന്നേരം ആയിപ്പോയതുപോലെ തോന്നിപ്പോയി. ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരും കൂടി കൂടുമ്പോഴേക്കും നല്ല രസമാണ്, അടിപൊളിയാണ്, നല്ല വൈബാണ്. കുറേ തമാശയൊക്കെ പറയും, പാട്ടൊക്കെ പാടും, കളിക്കും, ചിരിക്കും, അങ്ങനെയൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ഹറി ബറി ആയിട്ടുള്ള ഒരു ഫാമിലി
ഗെറ്റ് ടുഗദർ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ മോർണിംഗിലാണ് നമ്മളെല്ലാവരും ഒന്ന് കൂടാമെന്നും പറഞ്ഞ് വിചാരിക്കുന്നത് തന്നെ. എല്ലാം പെട്ടെന്നായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്രമേ കൂടാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ സാധാരണ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും കൂടിയിട്ട് അടിപൊളി നല്ല രസമാണ് കേട്ടോ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടി സന കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടു, ചുമ്മാ നഖത്തിൽ മാത്രം. അവൾ അധികം നേരം ഒന്നും വെച്ചില്ല, അതിന് മുമ്പ് അതങ്ങ് കഴുകി കളയുകയും ചെയ്തു. അപ്പോൾ അമ്മുത ഒന്ന് എന്തോ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മൂൻ്റെ ഇട്ട് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഈവനിങ് ആയി. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോഴേക്കാണ് ചായ എടുത്തത്. എല്ലാവർക്കും ചായ എടുത്തു. ചായയും കുട്ടികൾക്ക് പാലും പിന്നെന്താ കട്ടൻ ചായ കുടിക്കുന്നവർക്ക് കട്ടൻ ചായ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ചില്ല് ചെയ്തിരുന്ന് നല്ല രസമായിട്ടിരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ടൈം പോകുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വൈകുന്നേരം ആയിപ്പോൾ ഇതുപോലത്തെ ഫീലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ എല്ലാവരും കൂടി ചായ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേ നേരം അങ്ങനെ കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ ഞങ്ങളവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടി പിരിഞ്ഞത് രാത്രി ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയത്. അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു, എന്നിട്ടൊക്കെയാണ് കേട്ടോ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ സൺഡേ ആണ്. സൺഡേ ആയിട്ട് വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തില്ല, നേരെ ഇവരുടെ വീട്ടിലേക്ക് പോരാണ് ഉണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ.